കാലം 1983. സ്ഥലം ആലപ്പുഴയിലെ നവോദയ സ്റ്റുഡിയോ. സിബി മലയിൽ ഇവിടെ സഹസംവിധായകനായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ഏതാണ്ട് ഈ കാലഘട്ടത്തിലാണ് സ്വതന്ത്രമായി തനിക്കൊരു ചിത്രം സംവിധാനം ചെയ്യണമെന്ന ആഗ്രഹം സിബി മലയിലിൻ്റെ മനസ്സിലുണ്ടാവുന്നത്. അദ്ദേഹം അത് ജിജുയോടും അദ്ദേഹത്തിൻ്റെ സഹോദരനായ ജോസിനോടും സംസാരിച്ചു. ഇരുവർക്കും സമ്മതം. കഥയുണ്ടോ എന്നതായിരുന്നു ആദ്യത്തെ ചോദ്യം. സിബി മലയിലിൻ്റെ മനസ്സിലൊരു കഥയുണ്ടായിരുന്നു. 7 വയസ്സുള്ള ഒരു കുട്ടി നായകനാവുന്ന ഒരു കഥ. തികച്ചും സംഗീതപ്രധാനമായ ഒരു കഥ. സംഗീതത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രണയത്തിൻ്റെ ഒരു ലാഞ്ചന കൂടി ചേരുന്ന അതിമനോഹരമായ വളരെ വ്യത്യസ്തമായ ഒരു കഥ. ആ കഥ അദ്ദേഹം ജിജുവോടും ജോസിനോടും പറഞ്ഞപ്പോൾ ഇരുവർക്കും സമ്മതം. അപ്പച്ചനോട് സംസാരിക്കണമെന്നായി ഇരുവരും. അങ്ങനെ അദ്ദേഹം അപ്പച്ചനെ കാണുന്നതിനായി മദിരാശിയിലെത്തി. പക്ഷേ നിർഭാഗ്യവശാൽ അപ്പച്ചനെ അവിടെ അദ്ദേഹത്തിന് കണ്ടുമുട്ടാനായില്ല. അജ്ഞാതമായ ഏതൊക്കെയോ കാരണങ്ങളാൽ ആ സിനിമ മുടങ്ങി. പിന്നീട് 1985 മുത്താനം കുന്ന് PO എന്ന ചലച്ചിത്രത്തിലൂടെയാണ് സിബി മലയിൽ മലയാള സിനിമയിൽ സജീവമാവുന്നത്. അങ്ങനെ നവോദയയുടെ ഈ പ്രോഡക്റ്റ് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഗ്രാൻഡ് മാസ്റ്ററായി മാറുകയായിരുന്നു. ഇതാ ഇപ്പോൾ ദേവദൂതൻ എന്ന അദ്ദേഹത്തിൻ്റെ ക്ലാസിക് ചിത്രം റീമേക്ക് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ദേവദൂതൻ്റെ കഥ അറിഞ്ഞു കഴിഞ്ഞാൽ കുടുകുട ചിരിക്കും, ഒരുപാട് വിഷമിക്കും. കാരണം ദേവദൂതൻ എന്ന ക്ലാസിക്കിന് പിന്നിൽ ഒരു നിർമ്മാതാവിൻ്റെ കണ്ണീരുണ്ട്, ഒരു സംവിധായകൻ്റെ കഠിനാധ്വാനമുണ്ട്, ഒരു സംഗീത സംവിധായകൻ്റെ അസാമാന്യമായ പ്രതിഭാവിശേഷമുണ്ട്. തിരക്കഥയുടെ രീതിശാസ്ത്രത്തിൽ ഇക്കുറി ചർച്ച ചെയ്യുന്നത് ദേവദൂതൻ എന്ന സിനിമയുടെ കഥയാണ്. മോഹൻലാൽ നായകനായ ദേവദൂതൻ, ജയപ്രദയുടെ ദേവദൂതൻ. എല്ലാ പ്രേക്ഷകർക്കും, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. സിബി മലയിലിൻ്റെ ആദ്യ ചിത്രത്തിന് ആര് തിരക്കഥ എഴുതും എന്ന ജിജോയുടെ ചോദ്യത്തിന് സിബി മലയിലിന് ഒരു മറുപടിയും ഉണ്ടായിരുന്നുള്ളത് പത്മരാജൻ എന്നായിരുന്നു. കാരണം പത്മരാജൻ തൻ്റെ ആദ്യ ചിത്രത്തിന് തിരക്കഥ എഴുതണമെന്നത് സിബി മലയിലിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. നിർഭാഗ്യവശാൽ പത്മരാജന് ആ ചിത്രത്തിന് തിരക്കഥ എഴുതാനായില്ല. മറ്റു ചില തിരക്കുകളായിരുന്നു കാരണം. അപ്പോൾ ജിജോ പറഞ്ഞു, നവോദയയിൽ സ്ക്രിപ്റ്റ് എഴുതാൻ കുറച്ച് ചെറുപ്പക്കാരെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പത്രപരസ്യത്തിലൂടെ കിട്ടിയ പ്രതിഭാധനരായ കുറച്ച് ചെറുപ്പക്കാരാണ്. അവരിൽ ഒരാളുണ്ട്, നമുക്കവരെ ഒന്ന് പരീക്ഷിക്കാമോ? സിബി മലയിലിന് സന്തോഷമായി. അദ്ദേഹത്തിൻ്റെ പേര് രഘുനാഥ് പലേരി എന്നായിരുന്നു. മലയാളത്തിൻ്റെ പ്രശസ്തനായ കൃതഹസ്തനായ കഥാകൃത്ത് രഘുനാഥ് പലേരി. രഘുനാഥ് പലേരിയെ ആലപ്പുഴയിലൊരു ഹോട്ടലിലേക്ക് സിബി മലയിൽ വിളിച്ചു വരുത്തി. തൻ്റെ മനസ്സിലുള്ള ആശയം രഘുനാഥ് പലേരിയോട് അദ്ദേഹം പറഞ്ഞു. രഘുനാഥ് പലേരി തിരക്കഥ എഴുതുന്നതിനിടയിൽ പല ദിവസങ്ങളിലും ഫാസിലും ജിജോയുമൊക്കെ ആലപ്പുഴയിലെ അവരുടെ ഹോട്ടൽ മുറിയിലെത്തി. അവരെല്ലാം തിരക്കഥ തികച്ചും ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം രഘുനാഥ് പലേരിയുടെ വ്യത്യസ്തമായ ശൈലി അവർക്കും ഇഷ്ടപ്പെട്ടു. ഫാസിൽ പ്രത്യേകിച്ച് തിരക്കഥയുടെ മർമ്മം അറിഞ്ഞ സംവിധായകനാണ്. ജിജോയ്ക്കും തിരക്കഥയുടെ മർമ്മം അറിയാം. ഇരുവരും ചില മാറ്റങ്ങൾ നിർദ്ദേശിച്ചു. ചില കാര്യങ്ങളിൽ രഘുനാഥ് പലേരിയെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ രസകരമായ ഒരു കൂട്ടുകെട്ടിൽ ആ കഥ വളർന്ന് വികസിച്ചു വന്നു. 7 വയസ്സുകാരനായ ഒരു ബാലൻ്റെ കഥ, ആ ബാലൻ നായകനാവുന്ന കഥ. അപ്പോഴാണല്ലോ നവോദയ അപ്പച്ചനെ കാണാനാവാതെ സിബി മലയിലിൻ്റെ ആ പ്രോജക്റ്റ് മുടങ്ങിപ്പോകുന്നത്. പിന്നീട് മുത്താരംകുന്ന് PO, സമ്മർ ഇൻ ബെത്ലഹേം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ സിബി മലയിൽ മലയാളത്തിലെ ശ്രദ്ധേയനായ സംവിധായകനായി മാറി. സമ്മർ ഇൻ ബെത്ലഹേം നിർമ്മിച്ചത് പ്രശസ്ത നിർമ്മാതാവായ സിയാദ് കോക്കറാണ്, കോക്കേഴ്സ് ഫിലിംസിൻ്റെ ബാനറിൽ. സിയാദ് കോക്കർ ഒരു ദിവസം സിബി മലയിലിനോട് ചോദിച്ചു, സമ്മർ ഇൻ ബെത്ലഹേമിന് ശേഷം, അത് ഏതാണ്ട് 1990കളുടെ 90കളുടെ അവസാനമാണ്, പുതിയൊരു സിനിമ നമുക്ക് എടുക്കാൻ തയ്യാറാണ്, തങ്ങളുടെ കയ്യിൽ കഥയുണ്ടോ എന്ന്. പെട്ടെന്ന് സിബി മലയിൽ ഓർത്തത് രഘുനാഥ് പലേരി എഴുതി പൂർത്തിയാക്കിയ ആ പൂർണ്ണ തിരക്കഥയാണ്, സംഗീതം പശ്ചാത്തലമായുള്ള ആ സിനിമയുടെ തിരക്കഥ. പക്ഷേ രഘുനാഥ് പലേരിയുടെ തിരക്കഥ ഇരിക്കുന്നത് സിബി മലയിലിൻ്റെ മദിരാശിയിലുള്ള വസതിയിലാണ്. അദ്ദേഹം ഇതിനു വേണ്ടി മാത്രം കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് മദിരാശിയിലെത്തി. ആ തിരക്കഥയുമായി പിറ്റേന്നത്തെ ഫ്ലൈറ്റിൽ മടങ്ങി വന്നു. സിയാദ് കോക്കറിൻ്റെ വീട്ടിലാണ് ഡിസ്കഷൻ. രഘുനാഥ് പലേരിയും വിളിച്ചു വരുത്തി. മഴവിൽ കാവടി പോലുള്ള സിയാദ് കോക്കറിൻ്റെ ഏറ്റവും നല്ല ചിത്രങ്ങളിൽ തിരക്കഥ എഴുതിയ രഘുനാഥ് പലേരിയുമായി സിയാദ് കോക്കറിന് വളരെ അടുപ്പം ഇക്കാലത്ത് ഉണ്ടായി. മഴവിൽ കാവടി എന്ന ചിത്രം നിർമ്മിച്ച സിയാദ് കോക്കറുമായി രഘുനാഥ് പലേരിക്ക് വളരെ അടുത്ത ബന്ധം ഇക്കാലത്ത് സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. സിബി മലയിലിൻ്റെ ഈ ചിത്രത്തിൽ നായകനായി അവർ തീരുമാനിച്ചത് ഹിന്ദി നടൻ മാധവനെയാണ്.
മണിരത്നത്തിൻ്റെ അലൈ പായുതേ എന്ന ചിത്രത്തിൻ്റെ ചിത്രീകരണത്തിൽ ബോംബെയിലായിരുന്നു അക്കാലത്ത് മാധവൻ. സിബി മലയിലും സിയാദ് കോക്കറും ബോംബെയിലെത്തി മാധവനെ കണ്ടു. അദ്ദേഹം ചിത്രത്തിൽ അഭിനയിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. പക്ഷേ അലൈ പായുതേ പൂർത്തിയാക്കണം. ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ അലൈ പായുതേ ബമ്പർ ഹിറ്റായി മാറി. അതോടെ മലയാളത്തിൽ അഭിനയിക്കണം എന്ന മോഹം തൽക്കാലം മാധവൻ മാറ്റിവെച്ചു. അതോടുകൂടി ഈ ചിത്രം ഒരു വലിയ ബ്ലോക്കിൽ എത്തിച്ചേരുകയാണ് ചെയ്തത്. ഒരു ബന്ദ് ദിവസം കൊച്ചി താജ് ഹോട്ടലിൽ താമസിക്കുന്ന നടൻ മോഹൻലാൽ സിയാദ് കോക്കറിനെ ഫോണിൽ വിളിക്കുന്നു. നിങ്ങൾ ഇതുവരെ വരണം, ഞാനിവിടെ വെറുതെ ഇരിക്കുകയാണ് എന്ന്. ഒരു ഇരുചക്ര വാഹനത്തിൽ സിയാദ് കോക്കർ മോഹൻലാലിനെ കാണാൻ ഹോട്ടലിലെത്തി. മോഹൻലാലുമായി പല കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ തൻ്റെ പുതിയ ചിത്രത്തെക്കുറിച്ച് സിയാദ് കോക്കർ മോഹൻലാലിൻ്റെ അഭിപ്രായം ആരാഞ്ഞു. നടൻ മാധവനാണ് ചിത്രത്തിൽ അഭിനയിക്കുന്നതെന്നും സംഗീത പ്രധാനമായ ഒരു സിനിമയാണ് സിബി മലയിൽ ചെയ്യാൻ പോകുന്ന ക്ലാസിക് എന്നും സിയാദ് കോക്കർ പറഞ്ഞു. അപ്പോൾ മോഹൻലാലിൻ്റെ അഭിപ്രായം ഇതായിരുന്നു: ഈ ചിത്രത്തിൽ എനിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ട്, റോളുണ്ടോ എന്ന്. എങ്ങനെ റോൾ ഉണ്ടാകാൻ? ഒരു അന്ധഗായകനാണ് ഇതിലെ നായകൻ, പിന്നെ 7 വയസ്സുള്ള ഒരു ബാലനും. എങ്ങനെയാണ് ഈ കഥയിൽ മോഹൻലാലിനെ കൊണ്ടുവരിക? 1983 ഈ ചിത്രത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അന്ധഗായകനായി നസ്രുദ്ദീൻ ഷായാണ് സിബി മലയിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. മാധവിയായിരുന്നു നായിക. ഇതെല്ലാം അഴിച്ചു പണിയേണ്ടി വരും മോഹൻലാൽ വന്നാൽ. സിയാദ് കോക്കർ ഒന്നും മിണ്ടാതെ സിബി മലയിലിൻ്റെ ഫോണിൽ വിളിച്ചു. മോഹൻലാലിന് ഇങ്ങനൊരു താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. സിബി മലയിൽ രഘുനാഥ് പലേരിയെ വിളിച്ചു. ഇരുവരും സംസാരിച്ച ശേഷം ഒരു തീർപ്പുണ്ടായി. അതായത് ഈ ചിത്രത്തിൽ ഏതായാലും മോഹൻലാൽ അഭിനയിക്കേണ്ട, പകരം അദ്ദേഹത്തിന് വേണ്ടി മറ്റൊരു തിരക്കഥ എഴുതാമെന്ന്. അങ്ങനെ സിബി മലയിലും സിയാദ് കോക്കറും രഘുനാഥ് പലേരിയും പല ദിവസം സിറ്റിംഗ് നടത്തി. പക്ഷേ മോഹൻലാലിന് യോജിച്ച ഒരു കഥയും അവരുടെ കയ്യിൽ വന്നില്ല. പിന്നെന്താണ് മാർഗം? സിയാദ് കോക്കറിനാണെങ്കിൽ മോഹൻലാലിനെ വച്ച് ഈ സിനിമ ചെയ്താൽ മതി എന്നൊരു തീരുമാനം വരുന്നു. ഇവിടെയാണ് ഈ സിനിമയിൽ ട്രാജിക്കായ ഒരു മാറ്റം ഉണ്ടാവുന്നത്. അതിനെ ഭാഗ്യമെന്നോ നിർഭാഗ്യമെന്നോ നമുക്ക് പിടിക്കാം. സംവിധായകൻ സിബി മലയിലിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ആദ്യ സിനിമയുടെ എല്ലാ കെട്ടും മട്ടും പൊളിച്ചെഴുതുകയാണ്. രഘുനാഥ് പലേരിക്കും സിബി മലയിലിനും ഇങ്ങനെ ഒരു പൊളിക്കലിനോട് താല്പര്യമേ ഉണ്ടായിരുന്നില്ല. പക്ഷേ സിയാദ് കോക്കർ 100% കോൺഫിഡൻ്റ് ആയിരുന്നു. അങ്ങനെ അവർ തിരക്കഥ പൊളിക്കാൻ തുടങ്ങി. 7 വയസ്സുള്ള കുട്ടിക്ക് പകരം ക്യാമ്പസായി ആ സിനിമയുടെ പശ്ചാത്തലം. പ്രണയമായി ഇതിലെ മുഖ്യ വിഷയം. അന്ധഗായകൻ ചിത്രത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് പോകുന്നു. വിദ്യാസാഗറിനെ കൊണ്ടുവരാൻ തീരുമാനിച്ചു. വിദ്യാസാഗർ വന്നു. വിദ്യാസാഗർ അദ്ദേഹത്തിൻ്റെ മാജിക്കൽ സംഗീതത്തിൻ്റെ മാജിക് കൊണ്ട് വിസ്മയം തീർത്തുകൊണ്ടിരുന്നു. കൈതപ്രത്തെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിൻ്റെ വരികൾ എഴുതി, സംഗീതത്തിന് യോജിച്ച വരികൾ എഴുതി. വിദ്യാസാഗർ ഏതാണ്ട് 1 മാസം എടുത്താണ് ഈ ചിത്രത്തിൻ്റെ നൊട്ടേഷൻസ് പൂർത്തിയാക്കിയത്. വിദ്യാസാഗറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമയാണ് ഇത്. മോഹൻലാലിനെ കൊണ്ടുവന്നതോടുകൂടി ചിത്രത്തിൻ്റെ കെട്ടും മട്ടും മാറി. സർവ്വ കാര്യങ്ങളും പൊളിച്ചെഴുതപ്പെട്ടു. ഒരു പുതിയ ദേവദൂതനാണ് ഇതിലൂടെ പിറന്നു വീണത്. കാലത്തിന് മുമ്പേ സഞ്ചരിച്ച സിനിമയാണ് ദേവദൂതനെന്ന് സിയാദ് കോക്കർ ഇപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഒരു നൂൺ ഷോയോടുകൂടി ചിത്രം തകർന്നു വീണു. തിയേറ്ററിൽ പൊട്ടിപ്പാളീസായി. 2000-ലാണല്ലോ ഈ ചിത്രം റിലീസ് ചെയ്യുന്നത്. ഇതാ നമ്മളിപ്പോൾ നിൽക്കുന്ന 2024-ൽ ഒരു പുതിയ തലമുറ പറയുന്നു ദേവദൂതൻ മലയാളത്തിലെ ക്ലാസിക് ചിത്രങ്ങളിലൊന്നാണെന്ന്. സിബി മലയിലും സിയാദ് കോക്കറും രഘുനാഥ് പലേരിയും ഒക്കെ ആവർത്തിക്കുന്നൊരു കാര്യമുണ്ട്: ഞങ്ങൾ ആ സിനിമയെ നിങ്ങൾ എന്തിനാണ് പൊട്ടിച്ചതെന്ന്. അതിനൊരു കാര്യമുണ്ട്, അതിനൊരു വസ്തുതയുണ്ട്. കാരണം ഒരു തലമുറ മാറ്റം വന്നപ്പോൾ ഈ ചിത്രം എല്ലാവർക്കും പ്രിയങ്കരമായി. ഇന്ന് OTT പ്ലാറ്റ്ഫോമിലും യൂട്യൂബിലും TV-യിലും ഒക്കെ ദേവദൂതൻ വരുമ്പോൾ നമ്മുടെ പുതിയ ചെറുപ്പക്കാർ അതിനു മുമ്പിൽ കണ്ണുകൾ അടയ്ക്കാതെ കാത്തിരുന്ന് കാണുകയാണ്. എന്ത് നല്ല സിനിമ എന്നവർ പറയുന്നു. ദേവദൂതൻ എന്ന സിനിമയിലെ ഓരോ സന്ദർഭവും അതിമനോഹരമാണ്. എത്ര ഭംഗിയായിട്ടാണ് നിങ്ങളൊരു മനുഷ്യനെ സ്നേഹിക്കുന്നതെന്ന് ഇതിലൊരു വരിയുണ്ട്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന രഘുനാഥ് പലേരിക്ക് മാത്രമേ ഇത്ര ഭംഗിയായി ഒരു വരി എഴുതാൻ പറ്റുള്ളൂ. ഈ മനുഷ്യനെ കാണുമ്പോൾ എനിക്ക് ബഹുമാനം തോന്നുന്നു എന്ന് അലീന പറയുന്ന ചില വാചകങ്ങളുണ്ട്. ദേവദൂതൻ എന്ന സിനിമയിലെ ഓരോ വരിയും കവിതയാണ്. രഘുനാഥ് പലേരിയുടെ ഓരോ അക്ഷരങ്ങളും കവിതയായി മാറുന്ന ഒരു അപൂർവ കാഴ്ച നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കും. വിദ്യാസാഗറിൻ്റെ സംഗീതം, സന്തോഷിൻ്റെ ക്യാമറ. നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ സിബി മലയിൽ നിന്നും ഒരു ആഗ്രഹമുണ്ട്. 1983-ൽ രഘുനാഥ് പലേരി തനിക്ക് വേണ്ടി എഴുതിയ ദേവദൂതൻ്റെ ആദ്യത്തെ സ്ക്രിപ്റ്റ് സിനിമയാക്കണമെന്ന ആഗ്രഹം. ഒരുപാട് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് താൻ ഈ ചിത്രം എടുക്കേണ്ടി വന്നതെന്ന് പലവട്ടം സിബി മലയിൽ പറഞ്ഞിട്ടുണ്ട്. തന്നെ ഇത്രത്തോളം നിരാശനാക്കിയ മറ്റൊരു സിനിമയില്ലെന്നും പറഞ്ഞിട്ടുണ്ട്.
നൂൺ ഷോയോടുകൂടി ഈ ചിത്രം പൊട്ടിപ്പൊളിയുമ്പോൾ വീട്ടിലടച്ചിരിക്കുകയായിരുന്നു സിബി മലയിൽ. അദ്ദേഹം പുറത്തു പോലും ഇറങ്ങിയില്ല. കാരണം ആ നിർമ്മാതാവിൻ്റെ സമ്മർ ഇൻ ബത്ലഹേം എന്ന താൻ വിജയിപ്പിച്ചു കൊടുത്ത ചിത്രത്തിൻ്റെ നിർമ്മാതാവായ സിയാദ് കോക്കറിൻ്റെ മുഖത്ത് താൻ എങ്ങനെ നോക്കും എന്ന ആശങ്കയായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത്. പക്ഷേ സിയാദ് കോക്കർ ഇപ്പോഴും അഭിമുഖങ്ങളിൽ ആവർത്തിക്കാറുണ്ട് തൻ്റെ ഏറ്റവും നല്ല സിനിമകളിലൊന്നാണ് ദേവദൂതൻ എന്ന്. കാരണം സിയാദ് കോക്കറാണ് ഈ ചിത്രം ദേവദൂതൻ എന്ന സിനിമ മോഹൻലാലിൻ്റെ നായകനാക്കി എടുക്കാൻ കാരണം. ഇന്നും സിബി മലയിൻ്റെ ആ പഴയ ആഗ്രഹം അദ്ദേഹം മനസ്സിൽ കൊണ്ട് നടക്കുകയാണ്. എന്നെങ്കിലും 1983 താൻ പ്ലാൻ ചെയ്ത ആ തിരക്കഥ അതേ മട്ടിൽ സിനിമയാക്കണമെന്ന്. ഇപ്പോൾ ഇതാ ദേവദൂതൻ്റെ റീമേക്ക് വരുമ്പോഴും സിബി മലയിൽ തൻ്റെ പഴയ ആഗ്രഹം ആവർത്തിക്കുന്നു. ദേവദൂതൻ്റെ തിരക്കഥയുടെ കഥ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി. അടുത്ത ലക്കം കാണുന്നതുവരെ നമസ്കാരം.